ഡയറ്റ് തുടങ്ങാൻ ഞങ്ങളും ഉണ്ടെന്ന് ചോദിച്ചിട്ട് പിന്നെ നിങ്ങൾ എവിടെ പോയി എന്ന് പലരും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. കാര്യം ഡയറ്റ് തുടങ്ങാം. അപ്പം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡേറ്റ് ചോദിച്ചപ്പോഴത്തേക്കും ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ 1-ാം തീയതി തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ പോരെ എന്നൊക്കെ. കാര്യം ക്രിസ്മസിനൊക്കെ അടിച്ചു പൊളിക്കാൻ കാത്തിരിക്കുന്നവർ ഇനി ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ നടക്കുക അല്ലേ. അപ്പം അങ്ങനെ ഒരു അഭിപ്രായം വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെൻഡിങ് വെച്ചത്. അത് മാത്രമല്ല, ഇനി നീ ഡയറ്റ് ചെയ്താൽ എൻ്റെ വിധം മാറും എന്നുള്ള എൻ്റെ കെട്ടിയവൻ്റെ ഒരു തീരുമാനവും ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഇല്ല, നമുക്ക് എവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നുന്നു അതുവരെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. വേറൊന്നും കൊണ്ടിട്ടല്ല, ഐഡിയൽ വെയിറ്റിലെത്താൻ ഇനി കുറച്ചുകൂടി ഉണ്ടെങ്കിലും നല്ല രീതിയിൽ ബോഡിയിൽ ഫാറ്റ് ലോസ് ഉണ്ടാകുന്നത് കൊണ്ട് ബോഡി ശരിക്കും ഷേപ്പായി ഇനിയും ചെയ്താൽ നീ ഒടിഞ്ഞു പോകുമെന്നാണ് ഈ പരാതി പറയുന്നത്. ഞാനൊട്ട് ചെയ്യത്തില്ല, നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല എന്നുള്ള ഒറ്റ തീരുമാനമല്ലേ. അപ്പം അങ്ങനെ രാവിലെ ഇപ്പോൾ വെയിറ്റ് സ്റ്റക്കിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്മൂത്തിയാണ് കേട്ടോ ഞാനീ എടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ കാണും പ്രോട്ടീൻ ഓട്സ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് പേരുടെ സംശയമായിരുന്നു എന്താണ് ഓട്സ് ബ്രൗൺ നിറത്തിലിരിക്കുന്നതെന്ന്. അപ്പം ഇത് പ്രോട്ടീൻ ഓട്സ് എന്ന് നമ്മുടെ ഫ്ലിപ്കാർട്ടിലോ അല്ലെ ആമസോണിലൊക്കെ അടിച്ചു കൊടുത്താൽ അതിനകത്ത് കാണും. 2-3 ബ്രാൻഡ് അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആ ചോക്ലേറ്റ് ഫ്ലേവർ തിരഞ്ഞെടുത്താൽ മതി. നമുക്ക് ചില സമയങ്ങളിൽ വെയിറ്റ് സ്റ്റക്ക് വരുമ്പോഴത്തേക്കും ഇതിൽ വേ പ്രോട്ടീനൊക്കെ ആഡ് ചെയ്ത സാധനമാണ്. വെയിറ്റ് സ്റ്റക്ക് വരുന്ന സമയത്ത് നമുക്ക് പലതരത്തിൽ നമ്മൾ ഡയറ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്ത് നമ്മുടെ വർക്കൗട്ടിൽ ചേഞ്ച് ചെയ്ത് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ വെയിറ്റ് സ്റ്റക്ക് മാറ്റുന്നത്. പിന്നെ എല്ലാ മാസവും വെയിറ്റ് കുറയുന്നല്ല പറയുന്നത്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോഡിയിൽ ഷേപ്പ് വ്യത്യാസം വരണം, അതുപോലെ തന്നെ വെയിറ്റും കുറയണം. പക്ഷേ ചില സമയങ്ങളിൽ ചിലപ്പം ഒരു 6-7 മാസമൊക്കെ ഒരു വെയിറ്റിൽ നമ്മൾ മുന്നോട്ട് പോകും. അന്നേരവും നമുക്ക് ബോഡിയിൽ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു നല്ല ഇത് വേണം. എപ്പോഴും വെയ് മെഷീനിലെ കണക്ക് മാത്രം കുറവ് വരുന്നത് ശ്രദ്ധിക്കരുത് കേട്ടോ. അപ്പോൾ പലതരത്തിൽ നമ്മൾ മാറ്റം വരുത്തി നോക്കുക. നമ്മളൊരു തരം തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ ബോഡി തീരുമാനിക്കും ഇത്രയും ലെവലിലേ എനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ മതിയെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. എന്തായാലും മാറ്റം വരുത്തി നോക്കുമ്പോഴത്തേക്കും നമുക്ക് വ്യത്യാസം വന്നോളും. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പം അതേപോലെ തന്നെ ഇഡ്ഡലി സാമ്പാറുമാണ് കേട്ടോ. എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നുന്ന ഒരു സാധനമാണ്. കാര്യം പെട്ടെന്നാണ്. അതുമാത്രമല്ല ചെറുതിനെ വരെ കഴിപ്പിക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇതേപോലെ സാമ്പാർ പൊടി ജസ്റ്റ് ഒന്ന് താളിച്ചിട്ട് അതിലേക്ക് ആ പൊടി വിട്ട് നന്നായിട്ട് ഇളക്കി പുളി ഇലക്കി വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണമൊക്കെ നന്നായിട്ട് അങ്ങ് കുക്കറിലിട്ട് അടിച്ച് വേവിക്കും കേട്ടോ. ഇല്ലെങ്കിൽ ഓരോ പ്ലേറ്റിലും ഇങ്ങനെ സൈഡിൽ എടുത്തെടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയും സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രീൻ ടീ റെഡിയായി, സാമ്പാർ റെഡിയായി. ഇനി വെള്ളം തിളപ്പിക്കാനായിട്ട് ജീരകം ഇട്ട് വെള്ളം തിളപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കുകയാണ്. അപ്പോൾ അതിനുശേഷം കുറച്ച് പാത്രം എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി മാറ്റിയിട്ട്. അപ്പോൾ ഇന്ന് ഒരുപാട് നാളുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒത്തിരി നാളായി ഞാൻ പൊറോട്ട കഴിക്കാറില്ല കേട്ടോ. കാര്യം എനിക്ക് പൊതുവേ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. നിങ്ങൾ ഡയറ്റ് ചെയ്യുന്ന ഇത്രയും നാളായിട്ട് ഞാനത് കഴിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ. പക്ഷേ അതിന് മുന്നേ ഇത് കണ്ട രാവിലെ വരുമ്പോഴത്തേക്കും കണി കാണാൻ വെച്ചിരിക്കുന്നതാണേ. ക്ലേ ആണ് കേട്ടോ, ആരും തെറ്റിദ്ധരിക്കണ്ട. ഇതിൻ്റെ കലാകാരൻ ഇപ്പം എഴുന്നേറ്റ് വരും. ഞാൻ എല്ലാം പിറക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പത്തിരിപ്പലകയും കുഴലും ഒക്കെ എടുത്തിട്ടാണ്. അപ്പോൾ വീണ്ടും വന്ന് ഉരുട്ടി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനെടുത്ത് മാറ്റി വെക്കും, അവനെടുത്ത് വെക്കും. പിന്നെ ചെറിയവന്മാരൊക്കെ ഉള്ള വീട്ടിൽ മതലിൻ്റെയും അല്ലെ തറയുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. അതിനുശേഷം അതെല്ലാം പെറുക്കി വെച്ചിട്ട് ഞാൻ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം ചേട്ടച്ചാർ സ്കൂളിൽ പോകുന്നതിൻ്റെ വിഷമത്തിൽ മാറി വാതിക്ക് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് ഒരാൾക്കുള്ള ചായയൊക്കെ ഇട്ട് അപ്പോൾ പറഞ്ഞു വന്നാൽ പൊറോട്ട കഴിക്കുന്ന കാര്യം. അപ്പോൾ ഇന്ന് എന്തായാലും ലഞ്ച് വീട്ടിൽ നിന്നല്ല. കാര്യം എനിക്ക് ഒരുപാട് നാളായി ഞാൻ പൊറോട്ട കഴിക്കാറില്ല, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ഒരു ഫേമസ് കടയുണ്ട് കേട്ടോ. അപ്പം അവിടുത്തെ ആ ഒരു കുറുമാട മുമ്പ് ഞാൻ ഒരുപാട് കഴിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ രുചി എപ്പോഴോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറക്കത്തിൽ ആ ഒരു ഇത് തിന്നുന്ന ഫീല്, അത് ഉറക്കത്തിൽ പലർക്കും അങ്ങനെ ഫുഡ് ആ ഒരു രീതിയൊക്കെ തോന്നാറുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരാഗ്രഹം തോന്നി ഇന്ന് പൊറോട്ട എന്തായാലും കഴിക്കണം. അപ്പം നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. നമുക്ക് പൊറോട്ടയൊക്കെ കഴിക്കാം, പക്ഷേ നമ്മൾ ആ ഒരു കലോറി അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ ഇപ്പോൾ 2 എണ്ണമൊക്കെ കഴിക്കാം. എല്ലാ ദിവസവും കഴിക്കാൻ ശ്രമിക്കരുത്. പൊറോട്ടയ്ക്കൊക്കെ മിനിമം ഒരാഴ്ച ഗ്യാപ്പ് കൊടുക്കണം, അല്ലെ 1 മാസം ഗ്യാപ്പ് കൊടുക്കണം. അങ്ങനെയാണ് കഴിക്കേണ്ടത്. അപ്പം ഞാൻ എന്തായാലും ലഞ്ച് ഒഴിവാക്കിയിട്ട് ഇന്ന് പൊറോട്ട ആണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളും എല്ലാം ആഗ്രഹങ്ങളും എല്ലാം സാധിച്ചുകൊണ്ടുള്ള ഒരു വെയിറ്റ് ലോസ് ജേർണി അല്ല എൻ്റെത്.
അപ്പോൾ ഇതേ കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴേക്കും നമ്മുടെ ഓട്സ് കുതിർന്ന് സെറ്റായിട്ടുണ്ട്. അതിലേക്ക് ചിയാ സീഡും കൂടെ കുതിർന്നത് ചേർത്തിട്ട് പിന്നെ ഒരു കഷ്ണം പപ്പായയും മത്തൻകുരു ഇല്ലേ, മത്തൻകുരു ഹോർമോൺ ഇംബാലൻസ് ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. PCOD-കാർക്കാണേലും തൈറോയിഡുകാർക്കൊക്കെ ആണെങ്കിലും ഇത് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. അതുപോലെ മുടി കൊഴിച്ചിൽ മാറും. ഇതിലേക്ക് ഞാൻ സ്ലിം മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കും. ബ്ലെൻഡ് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് ഞാനിത് തണുപ്പിച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ച് ആ ഓട്സ് കുതിരാൻ ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത്. അതും കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അതായിരുന്നു. അതും കുടിച്ചിട്ട് ഞങ്ങൾ വെളിയിലോട്ട് പോവാണ്. കാര്യം ഇക്കാക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം നേരെ പോയി അതും കഴിഞ്ഞ് കമ്പനിയിലോട്ട് പോയത്. ഇതാണ് നമ്മുടെ ഗ്രീൻ ടീ. എല്ലാവരും നല്ല സ്പെഷ്യൽ ഗ്രീൻ ടീ എന്ന് പറയുന്ന ഗ്രീൻ ടീ ഇതാണ് കേട്ടോ. കാര്യം കയ്പും കാര്യങ്ങളും ഒന്നും ഇല്ല. നമുക്ക് ഫാറ്റ് ലോസിനൊക്കെ നമ്മുടെ ഈ ജേണിയിൽ ഞങ്ങൾ സ്മൂത്തിക്കൊപ്പം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പാക്കിങ് കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ നാത്തൂൻസിൻ്റെ ഡയറ്റ് മിക്സ് പൊടിച്ച് വറുത്തോണ്ടിരിക്കുകയാണ്. ഒരു സെക്ഷൻ പൊടിച്ചിട്ടിരിക്കുന്നു, അതുപോലെ വറുത്ത് ഇതേ ഒരു സെക്ഷൻ പാക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നു. മാഷാ അല്ലാ. അപ്പം നമ്മളില്ലേലും അവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും അതുങ്ങൾ ഓടി കിടന്ന് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ അതും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയും എടുത്തിട്ട് നേരെ വീണ്ടും പോകുന്നത് നമ്മുടെ പൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ 2 പൊറോട്ടയും ബീഫ് കുറുമായും ഞാൻ ആസ്വദിച്ച് കഴിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു മുമ്പ്. പക്ഷേ ഈ ഡയറ്റ് തുടങ്ങിയിട്ട് എനിക്ക് കഴിക്കണമെന്ന് തോന്നിയിട്ടില്ല. പിന്നെ എന്തോ പൊറോട്ടയുടെ ഒരു വെറുപ്പായി പോയി. അങ്ങനെ 2 പൊറോട്ട 2 കഴിച്ചുള്ളൂ. കാര്യം അത് കഴിക്കാനുള്ള കപ്പാസിറ്റി എൻ്റെ വയറിനുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ ആസ്വദിച്ച് എന്തായാലും നല്ല രുചിയോടുകൂടി തന്നെ അത് കഴിക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം കഴിക്കും. നമ്മുടെ മനസ്സിലൊരു കൺട്രോൾ വെച്ചിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. ഞാൻ ഈ വെയിറ്റ് ലോസ് ജേണി നിർത്തിയിട്ട് അങ്ങനെ അതുകൊണ്ടാണ് ഈ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പം നല്ലൊരു വെയിറ്റ് ലോസ് ജേണി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ നാത്തൂൻസ് കിച്ചൺ ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരയ്ക്കും ടാറ്റാ ബൈ, സീ യു.